എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ലൈഫ് വിഷൻ ടോക്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കേരളത്തിൽ, കൊച്ചു കേരളത്തിൽ ഈ വാർദ്ധക്യത്തിൽ എത്തുന്ന പലരും ഇപ്പോൾ അന്തി ഉറങ്ങുന്നത് അമ്പലങ്ങളിലും പള്ളികളിലും റോഡിലും കടവരാന്തയിലും പൊതുസ്ഥലത്തും പലപ്പോഴും ബസ് സ്റ്റാൻഡുകളിലുമൊക്കെയാണ്. കാരണം ഇവർ വലിയ അധ്വാനികളായിരുന്നിരിക്കും. അവസാനം ഇവർക്ക് യാതൊരു ഗത്യന്തരവുമില്ലാതെ പലരും വീട്ടിൽ നിന്നും പുറത്താക്കപ്പെടുന്നു. അതാരുടെ തെറ്റാണെന്നറിയില്ല. എനിവേ, ഇതിൽ ഗവൺമെൻറ് അടിയന്തരമായി ഇടപെടേണ്ടതാണ്. ഇതിനാദ്യമായി ചെയ്യേണ്ടത്, ഇപ്പം പുറം രാജ്യങ്ങളിൽ അവർക്ക് എല്ലാ രീതിയിലുള്ള ഇൻഷുറൻസും ഒക്കെ ഉണ്ട്. അതേപോലെ ഒരു ചെറിയ രീതിയിലുള്ളൊരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ തുടങ്ങാമെന്നുള്ളൂ. അത് പ്രാരംഭ ദിശയിൽ തന്നെ തുടങ്ങിയിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു നോർമൽ ലേബർ വർക്ക് ചെയ്യുമ്പോൾ ആവറേജ് ഈസ് ഗെറ്റിംഗ് 900 to 1000 rupees. 1000 രൂപയും കിട്ടുന്നുണ്ട് ഒരു ഹെൽപ്പർ ജോബിന് പോലും. അപ്പോൾ ആ 1000 രൂപ ഇതിൽ പകുതിയും ഇവർ അനാവശ്യമായി ചിലവഴിക്കുകയാണ്. അതിൽ പ്രധാനമായി നമുക്ക് ചെയ്യാമെന്നുള്ള, ഗവൺമെൻറ് അത് സ്ട്രിക്റ്റായിട്ടൊരു നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ ഈ തൊഴിൽദാതാവ് ആർക്ക് തൊഴിൽ കൊടുക്കുന്നോ അവരുടെ വേതനത്തിൽ നിന്നും നിർബന്ധമായി ഗവൺമെൻറ് നിശ്ചയിക്കുന്ന ഒരു 100 rupees എങ്കിലും അവർ പിടിച്ചിരിക്കണം. ആ ക്യാഷ് അടയ്ക്കേണ്ടത് ഇവരുടെ ഏതെങ്കിലും ഇങ്ങനെയുള്ളൊരു സംവിധാനത്തിൻ്റെ അവർ പേയ്മെൻ്റ് ചെയ്യണം. അതായത് തൊഴിൽദാതാവ്. ഈവൻ അത് കൂലിപ്പണിയായിരുന്നാലും കൂലിപ്പണി ചെയ്യുന്ന എവിടെയാണേലും അവർക്ക് ആരാണ് കൂലി കൊടുക്കുന്നോ ഇവരുടെ ഒരു ഇൻഷുറൻസിൻ്റെ ചെറിയൊരു എമൗണ്ട് ഇവർ പിടിച്ചിരിക്കണം. ഇത് അവർ നേരിട്ട് ബാങ്കിലോ ആ പർട്ടിക്കുലർ ഏജൻസിക്കോ അടയ്ക്കേണ്ടതാണ്. ഒപ്പം ഇവർക്കെല്ലാം ഒരു ലേബർ ID കാർഡ് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും, ഉചിതമായിരിക്കും. കാരണം അത് കൂടുതലും ആ കാർഡുകൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊടുക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതം. കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ജോലിക്ക് പലരും വരുന്നുണ്ട്. ഇവരാരാണ്, ഇവരെവിടെ നിന്നാണ്, ഇവരുടെ സ്വഭാവം എന്താണ്, ഇവർ ക്രിമിനലാണ്, ആർക്കും ഒന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉള്ളൊരു കാർഡും കൂടി ആയിരിക്കണം ഇത്. ഈ കാർഡിലൂടെ ഇവരുടെ കറക്റ്റ് അഡ്രസ്സ് കിട്ടും. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഉള്ളൊരു സംവിധാനം ഉണ്ടെങ്കിൽ അവർക്ക് എളുപ്പമായിരിക്കും. കാരണം നമ്മുടെ സെക്യൂരിറ്റി സിസ്റ്റം വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് ഒരു വീട്ടിലൊരാൾ നമ്മൾ ഒരു ജോലി കൊടുത്തു കഴിഞ്ഞാൽ അയാൾ എവിടെ നിന്ന് എന്ത് വരുമെന്ന് അറിയില്ല. അയാൾ ഒരു ദിവസം 2 ദിവസം ഒരു വീട്ടിൽ പണി ചെയ്ത് അവിടുത്തെ എല്ലാ സെക്യൂരിറ്റി ലാക്നെസ് വല്ലതും ഉണ്ടെങ്കിൽ അതവർ മനസ്സിലാക്കുന്നു. അവസാനം അവർ ഒരു മോഷണമാണെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി അവിടെ പോയി മോഷണം നടത്തും. അത് നമ്മുടെ ഭാഗത്ത് ഉണ്ടാകുന്ന പാകപ്പിഴയാണ് അത്. കാരണം ഒരിക്കലും ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ മറുനാടൻ ഓടികൾ മറ്റു സ്റ്റേറ്റിലുള്ള ജോലിക്കാരെയൊക്കെ എടുക്കുന്നുണ്ട്. അതിനെല്ലാം ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമുക്ക് മസ്റ്റാണ്. ഇവരാരാണ്, എന്താണ്, എങ്ങനെയാണെന്ന് അറിയില്ല. കുറച്ച് ആൾക്കാർ ഒരു സ്ട്രീറ്റിൽ നിൽക്കുക, നമ്മൾ ആവശ്യമുള്ള ഒരാളെ കൂട്ടിക്കൊണ്ടുവരുന്നു. പക്ഷേ എന്ത് ആളെ കൂട്ടി വന്നാലും അത് ഗവൺമെൻറ് വളരെ സ്ട്രിക്റ്റാക്കി അവർക്കൊരു ID കാർഡ്, ഒരു ലേബർ ID കാർഡ് കൊടുക്കുക. അതിപ്പോൾ ഈ പുറം രാജ്യങ്ങളിലെല്ലാം ഉള്ളതാണ്. നമ്മൾ പിന്നെ അതിനെ അത്ര ശ്രദ്ധിക്കുന്നില്ല. അത് വളരെ പ്രധാനമാണ്, ശ്രദ്ധ ഉണ്ടായിരിക്കണം. ഒപ്പം ഇത് ഇസ് എ മൾട്ടി പർപ്പസ്. ഇപ്പോൾ എനിക്ക് അതറിയില്ല, ഈ അന്യ സ്റ്റേറ്റിലുള്ളവരെ വി കനോട്ട് ടേക്ക് ദാറ്റ് മച്ച്. കാരണം അവരുടെ ഒരു ടൈം കഴിഞ്ഞ് അവർ നാട്ടിൽ പോയി. എന്നാൽ കേരളത്തിൽ നമ്മുടെ കേരളൈറ്റ്സിന് സ്ട്രിക്റ്റായിട്ട് ഇങ്ങനൊരു സംവിധാനം ഉണ്ടാക്കണം. ഇവരുടെ വയസ്സാകുന്ന സമയത്ത് ഇവർ വീട്ടിൽ പുറന്തള്ളപ്പെട്ടാൽ ഇവർക്കൊരു കേന്ദ്രം ഗവൺമെൻറ് തലത്തിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കണം. അത് ഗവൺമെൻറ് തന്നെ എല്ലാം അഫോർഡ് ചെയ്യാമെന്ന് വെച്ചാൽ ബുദ്ധിമുട്ട്. അപ്പോൾ ഇവർ അധ്വാനിക്കുന്ന സമയത്ത് ഇവർ കിട്ടുന്ന വേതനത്തിന്
വേതനത്തിൽ നിന്നും ഒരു ഭാഗം ഇവർ മാറ്റിവെക്കുന്നത് ഗവൺമെൻറ്റിന് അടയ്ക്കുക. ആ എമൗണ്ട് ആയിരിക്കും ഇവരുടെ അവസാന നാളുകളിൽ ഗവൺമെൻറ് ഇവർക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അതിൽ ഗവൺമെൻറ് ഒരു ഷെയർ കാണും, ഇടേണ്ടതാണ്. സാധാരണ ഇത് എല്ലാ രാജ്യങ്ങളിലുള്ളതാണ്. നമ്മുടെ ഇവിടെ ആ ഒരു സിസ്റ്റം ഇല്ല. അല്ലാതെ ഒരു 1600 രൂപ പെൻഷൻ കൊടുത്തുകൊണ്ട് അത് വലിയ കാര്യമൊന്നുമില്ല. ആ പെൻഷൻ കിട്ടുന്ന പലരും അത് കള്ള് ഷാപ്പിലാണ് പോണത്. അതുകൊണ്ട് വളരെ ചുരുക്കം ആൾക്കാരെ അത് തൽക്കാലം മരുന്നോ വലിയ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷേ ഇത് നമ്മൾ ഈ ഒരു പ്രാക്ടീസ് തുടങ്ങിയിരിക്കണം. അപ്പോൾ ഒരു സേഫാകും. കാരണം ഇപ്പോൾ ഇവിടെ ഗവൺമെൻറ് ജോലി ചെയ്യുന്നവർക്ക് പെൻഷനുള്ളൂ, അവർക്ക് സൗകര്യമുള്ളൂ എന്നുള്ളൊരു ഇതുണ്ട്. അത് വേണ്ട. മനുഷ്യരെല്ലാം ഒന്നാണ്. എല്ലാവരും വി ആർ ആൾ ഹ്യൂമൻ ബീങ്. അതിൻ്റെ റൈറ്റ്സ് എല്ലാവർക്കും ഉണ്ടാകണം. അതിന് ഇപ്പോൾ ഗവൺമെൻറ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന അവർക്ക് PF അങ്ങനെ പലതൊക്കെ പിടിച്ചാണ് ക്യാഷ് കൊടുക്കുന്നത്. അതുപോലെ ഇവർക്ക് അങ്ങനെയുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ഗവൺമെൻറ് അങ്ങനെയുള്ള സംവിധാനം ഉണ്ടാകട്ടെ. അത് ഒട്ടും താമസിക്കാതെ ഒരു സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ തെരുവിലും അവിടെ കിടക്കുന്ന വഴിയോരത്തും കിടക്കുന്ന യാചകരെ പോലെ ജീവിക്കുന്നവർ, ഈ ദാടിയും പഴുത്തി ഒരു ഇതായി നടക്കുന്നവർ, അത് നമ്മുടെ നാട്ടിനൊരു ഐശ്വര്യക്കേടാണ്. ഇതിങ്ങനൊരു സംവിധാനം ഉണ്ടാക്കിയാൽ അത് നാടിന് വളരെ നന്നായിരിക്കും. നമ്മളൊരു യാചകരെയും പുറത്ത് കാണേണ്ടി വരില്ല. അതിന് തുടക്കം ഇപ്പോഴേ കുറിച്ചിരിക്കണം. അതുകൊണ്ട് ദയവ് ചെയ്ത് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ഒന്നിച്ചേർന്ന് ഇതിനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണം. നിങ്ങൾ പലതിനും ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ നാട് പുരോഗമിക്കും. നമ്മുടെ നാട്ടിൽ എല്ലാവരും സേഫാവും. ഇവിടെ ഓക്കെ എന്നുള്ളൊരു ധാരണ മനുഷ്യനിലുണ്ടാകും. ഈ സെക്യൂരിറ്റി ഇല്ലായ്മ കൊണ്ടാണല്ലോ നമ്മുടെ നാട്ടിൽ നിന്ന് പിള്ളേരെല്ലാം പുറത്തു പോയി പണി ചെയ്യുന്ന അവിടുത്തെ സംവിധാനം കണ്ടപ്പോൾ അവരവിടെ സെറ്റിലാവുന്നു. എന്തുകൊണ്ട് ഇതിവിടെ ആയിക്കോട്ടെ? ഇപ്പോൾ ഇതിൻ്റെ ഹോസ്പിറ്റൽ വളരുന്ന കണക്കാണ് ഇപ്പോൾ ഇവിടെ ഈ വൃദ്ധസദനങ്ങൾ വളരുന്നത്. പല നല്ല രീതിയിൽ നടക്കുന്ന അതിൻ്റെ പല കാറ്റഗറിയിലുള്ള വൃദ്ധസദനങ്ങളുണ്ട്. എന്നാൽ ഈ സദനങ്ങളിൽ പോയി അവർക്ക് പേയ്മെൻറ്റ് കൊടുത്ത് താമസിക്കാൻ സാധിക്കുന്ന ഒട്ടനവധി ആൾക്കാർ ഉണ്ട്. അവർക്കൊരു സഹായമായിരിക്കും. അവർക്ക് വേണ്ടി ആയിരിക്കണം ഗവൺമെൻറ് ഈ ഒരു പ്രസ്ഥാനം തുടങ്ങേണ്ടത്. അത് ഒട്ടും വൈകാൻ അമാന്തിക്കരുത്. ഈ സംവിധാനം നമുക്ക് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ 2 രീതി. ഒന്ന്, ഇവരുടെ ഇവരുടെ ലൈഫ് ഒന്ന് സേഫാകുന്നു. അവസാന നാൾ ഇവർക്കൊരു വിശ്രമ കേന്ദ്രം കണ്ടെത്താൻ പറ്റുന്നു. ഈ വിശ്രമ കേന്ദ്രത്തിൽ അവർ സുഖമായിട്ടുള്ള ജീവിതം ചെയ്യാൻ വേണ്ടി അവരുടെ ആരോഗ്യമുള്ള സമയത്ത് അധ്വാനിക്കുന്നതിൻ്റെ ചെറിയൊരു ഭാഗം അവർ ഗവൺമെൻറ് അടയ്ക്കണം. അത് ഒരു ഗവൺമെൻറ് എംപ്ലോയിമെന്ന് മാത്രം അല്ല, ഒരു ലേബർ ക്ലാസ്സിനായാലും ഈ ഒരു നിബന്ധന ഉണ്ടായിരിക്കണം. അല്ലാതെ ഈ ആൾക്കാർ ഈ ക്ഷേമ പെൻഷനും മറ്റെന്തൊക്കെയോ പെൻഷനും കൊണ്ടുകൊണ്ടാണല്ലോ ഗവൺമെൻറ്റിൽ ആൾക്കാർ ഇടിച്ചു കയറുന്നത്. അവിടെ പെൻഷനുണ്ട്. ഇത് വേണ്ട. ഇത് എല്ലാവർക്കും അത് ബാധകമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംവിധാനം ഉണ്ടായാൽ ഇവർക്ക് ബങ്കർ ഇല്ലാത്തവർക്ക് താമസിക്കാൻ സൗകര്യമില്ലാത്തവർ ഗവൺമെൻറ് കൊടുക്കുകയും ഇനി സൗകര്യമുള്ളവർ അവിടെ താമസിക്കുകയും അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് മെഡിസിൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പെൻഷൻ മോഡൽ പോലെ കൊടുക്കാം. കാരണം ഇവരിൽ നിന്ന് പിടിക്കുന്ന ക്യാഷാണ്. ഒരു ഭാഗം ഇവരിൽ നിന്ന് 50%, ഇവൻ 50% ഗവൺമെൻറ്. അത് ഓഡിറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. ഐ കനോട്ട് ടെൽ ദാറ്റ് വോൾ. പക്ഷേ ഇങ്ങനെ സംവിധാനം ഉണ്ടാക്കുന്ന വളരെ നന്നായിരിക്കും. അതിന് ഒരു അമാന്തവും ഒരു ഡിലേയും ഇല്ലാതെ അവരൊരു പ്ലാനിങ് പ്രോഗ്രാമായിട്ട് ചെയ്യുക. ഇത് വളരെ സക്സസ്ഫുള്ളായിരിക്കും. കേരളത്തിൽ എങ്ങനെ തുടങ്ങിയാൽ ഒരു ആദ്യമായിട്ടുള്ള തുടക്കം ആയിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.